ഒരു 1% ആൾക്കാരുള്ളത് കൊണ്ടാണ് നമ്മുടെ കേരളം ഇത്രയും ബ്യൂട്ടിഫുൾ ആയി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള അതാണ് കണക്റ്റഡ് ടു ഓൾ ദാറ്റ് എന്താ പറയുക ടെയിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കഥകളാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. ഞാൻ കുൽധാരയിൽ, രാജസ്ഥാനിലെ കുൽധാര ദ ഗോസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന കുൽധാരയിലൊക്കെ പോയിട്ടുണ്ട്. ഞാനൊരു പ്രയത്നം ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അയാൾ പറയാണ് ആ ശാപം പിടിച്ച കുളമാണത്, മാത്രമല്ല അയാൾ താഴ്ന്ന ജാതിയാണ്, അയാൾക്ക് അതിൽ ഇറങ്ങാൻ പറ്റില്ല, അശുദ്ധമാവുന്നു. അയാൾ പോയിട്ട് ഒരാളെ കൂട്ടിക്കൊണ്ടു വന്നപ്പോഴേക്ക് കുട്ടികൾ മരിച്ചിട്ടുണ്ടായിരുന്നു. സെൽഫ്ലെസ് ആയിട്ടുള്ള ആ ഒരു സേവനം ഉണ്ടല്ലോ, അത് അംഗീകരിക്കപ്പെടണം എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ബുക്ക് റിലീസിന് എഴുത്തുകാരെന്നല്ല വിളിച്ചത്, ഞാൻ കളക്ടറെയും പോലീസുകാരെയും ഒക്കെ ആയിരുന്നു വിളിച്ചിട്ടുള്ളത്. ജനസമാധി കണ്ടിട്ടുണ്ട് നീൽധാരയിൽ പോയപ്പോൾ. എന്നാലും ഹരിദ്വാറിൽ നീൽധാര എന്ന് പറഞ്ഞുള്ള ഘാട്ടിൽ പോയാൽ കാണാൻ പറ്റും ജലസമാധിയിൽ പത്മാസനത്തിൽ ഇരുത്തിയിട്ട് ഗംഗയുടെ മടിത്തട്ടിലേക്ക് കല്ല് കെട്ടി താഴ്ത്തുന്ന സന്യാസിമാരെ കാണാൻ പറ്റും. പിന്നെ ഇസ്ലാമിൽ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള അനുമതിയുമില്ല ഹജ്ജിന്. അയാളുടെ കൂടെ ഹസ്ബൻഡോ ഫാദറോ ആരെങ്കിലും ഒരാൾ ഉണ്ടായാലേ അവർക്ക് പോകാൻ പറ്റുള്ളൂ. ഇവരുടെ പ്രൊക്ലമേഷൻ എന്ന് വെച്ചാൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഹജ്ജിന് പോകുന്നു എന്നുള്ള രീതിയാണ്. എന്നാൽ അവരുടെ കൂടെ 10,000 ആൾക്കാരുണ്ട്. അവര് പുരുഷന്മാരാണ് അകമ്പടി പോകുന്നത്. അന്യ പുരുഷന്മാരെ കാണാൻ പോലും. നിമിത്തങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? ചെറുതായിട്ടൊക്കെ വിശ്വസിച്ച് വരുന്നു. അങ്ങയുടെ റീല് കണ്ടപ്പോ അഗർത്തയിലുള്ള ഒരു കഥാപാത്രമാണ് സമീർ മുന്ന. സമീർ മുന്നയുടെ പങ്കാളിയുടെ പേര് അതെ, ആ പേര് തന്നെയാണ് ഒറിജിനലി അദ്ദേഹത്തിനുണ്ടായിരുന്ന പങ്കാളിക്കും എന്നുള്ള റീല് കണ്ടു. അത് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇതായി. അതായത് ഞാൻ അവന്റെ അടുത്ത് നിന്നാണ് മുടി വെട്ടുന്നതൊക്കെ. അപ്പൊ അവൻ ഉത്തരാഖണ്ഡുകാരനാണ്, കഥകളൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ അവന് ഒരു പഹാഡിയാണ്, മീൻസ് മലമുകളിൽ ജീവിക്കുന്ന മനുഷ്യനാണല്ലോ. അപ്പൊ അവനോട് അവന്റെ കഥകൾ ഇങ്ങനെ കേട്ട സമയത്ത് ഞാൻ പറഞ്ഞു, ഞാനൊരു പുസ്തകം ഇങ്ങനെ എഴുതുന്നുണ്ട്, ഞാൻ നിന്നെ ഒരു കഥാപാത്രമാക്കി എഴുതുന്നുണ്ട്, ഇപ്പോഴെന്നല്ല എപ്പോഴെങ്കിലും എഴുതുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവന് ഓക്കെ എന്നൊക്കെ പറയുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം എനിക്കിങ്ങനെ എൻ്റെ കഥ ലഡാക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ലഡാക്കിൽ പോയുള്ള എക്സ്പീരിയൻസ് ഇങ്ങനെ ഞാൻ എഴുതുന്ന സമയത്ത് പെട്ടെന്ന് ഈ പയ്യൻ്റെ മുഖം എനിക്ക് ഓർമ്മ വന്നു. അപ്പം ഞാനിങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടാക്കി അവനെ അവിടെ ഫിറ്റ് ചെയ്തു, ഒരു കഥാപാത്രമാക്കി. അതിന് പിറ്റേ ദിവസം ഞാൻ അവനോട് ഇങ്ങനെ വന്ന് പറഞ്ഞു, നിന്നെ ഞാൻ കഥയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്താ എഴുതിയത് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ പോകുന്ന സമയത്ത് നീ ഇങ്ങനെ ദ്രാസ് എന്ന് പറഞ്ഞൊരു വില്ലേജാണ്, ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള 2ാമത്തെ സ്ഥലം. 1 സൈബീരിയയിലാണ്, 2 ഇന്ത്യയിലുള്ള ദ്രാസ് എന്ന് പറഞ്ഞാൽ ലഡാക്കിലുള്ള ദ്രാസിലാണ്. അപ്പൊ ആ ദ്രാസിലാണ് നീ ജീവിക്കുന്നത്, നിനക്കൊരു കാമുകിയുണ്ട്, നിന്റെ കാമുകിയുടെ പേര് സഗുഫ്ത എന്നാണെന്ന്. അപ്പൊ അവന് ഈ കത്രികയൊക്കെ വെച്ചിട്ട് റിയലി? അപ്പൊ ഞാൻ പറയാം ശരിക്കും അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എന്ത് മനസ്സിലായി? അല്ല സഗുഫ്തയെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ പറഞ്ഞു സഗുഫ്ത ഒരു പേര്, അല്ലല്ല എൻ്റെ ഒറിജിനൽ എനിക്ക് അങ്ങനെ ഒരു കാമുകി ഉണ്ടായിരുന്നു, അവളുടെ പേര് സഗുഫ്ത എന്നാണെന്ന്. അവൻ ശരിക്കും കുറേ നേരം ഇങ്ങനെ ഷോക്കായി നിന്നു. അപ്പൊ ഞാൻ ഈ സഗുഫ്ത എന്നുള്ള പേരിടാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് റാഫിയുടെ കടയിൽ ഒരു പെൺകുട്ടി ഹിന്ദിക്കാരി നിന്നിട്ടുണ്ട്, അവളുടെ പേര് സഗുഫ്ത എന്നാണ്. അപ്പോൾ ഒരു ഉറുദു ടച്ചുള്ള പേരുമാണല്ലോ, കശ്മീർ ആ ഒരു പ്രവിശ്യയുള്ള പെൺകുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന പേരെന്നുള്ള രീതിയിൽ ഞാൻ എടുത്തായിരുന്നു. അപ്പൊ അവനത് പറഞ്ഞ സമയത്ത് എങ്ങനെ വിചാരിച്ചു, ഇത്രയും ലക്ഷം പേരുണ്ടായിട്ട് ഞാൻ എങ്ങനെ അവൻ ഈ പേര് എടുത്തു എന്നുള്ളത് ഇങ്ങനെ അതൊക്കെ അപ്പോഴൊക്കെ ഒരു നിമിത്തം കണക്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ടെലിപതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോയിൻസിഡൻസ് പോലുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എങ്ങനെ പഠിച്ചോനെ ഇവിടെ ഞാൻ വന്നിട്ട്, ഞാൻ ഫസ്റ്റ് ടൈം പോകുന്ന സ്ഥലം ഇവിടെ അങ്ങനെ വന്ന് ഇവിടെ ഇരുന്നത് പോലെയും ഇവിടെ എങ്ങനെ എനിക്ക് ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ഇതൊക്കെ എപ്പോഴോ ഞാൻ ജീവിതത്തില് കഴിഞ്ഞ ജന്മത്തിലെന്നൊക്കെ നമുക്ക് കഴിഞ്ഞ ജന്മം ഇല്ലാന്ന് വിശ്വസിക്കുക. എന്നാലും ഞാൻ വിചാരിക്കുക ഇവിടെയൊക്കെ ഞാൻ വന്നതും എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരാൾ സംസാരിക്കുന്ന സമയത്ത് നെക്സ്റ്റ് ആൾ ഇതായിരിക്കും പറയാൻ പോവുക, കാരണം ഇത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ എന്റെ വർക്കൗട്ട് ഉണ്ട്. പക്ഷെ അതൊന്നും ആരോട് പറഞ്ഞിട്ട് നമുക്ക് ഇതാക്കാനും പറ്റില്ല. ഈ യുക്തിയും ഭക്തിയും തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുണ്ട്. അതിപ്പോ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, യുക്തിയും ഭക്തിയും ഇതിലേതാ ബെറ്റർ എന്നുള്ളത്. ബെറ്റർ എന്നല്ല ഞാൻ ചോദിക്കുന്നത്, പേഴ്സണൽ എക്സ്പീരിയൻസിൽ എപ്പോഴെങ്കിലും യുക്തിപരമായി തെറ്റെന്ന് തോന്നുന്നത് പക്ഷെ ഭക്തി കൊണ്ട് വിശ്വസിക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരു കലഹം ഉണ്ടായിട്ടുണ്ടോ? ഉള്ളില് കലഹം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. അത് എല്ലാവർക്കും ഉണ്ടാവാറുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം യുക്തിപരമായി ചിന്തിച്ചാല് എല്ലാ മതങ്ങളും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കിന്റെ മുമ്പിലാണ് വന്ന് നിൽക്കുക. നമ്മുടെ ഭക്തിയൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതെങ്ങനെയായിരിക്കും അങ്ങനെ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അതെങ്ങനെ അങ്ങനെ പറ്റുമോ, അങ്ങനെ ഉണ്ടാവുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്, കാരണം നമുക്ക് ഇപ്പം വേണമെങ്കിൽ ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് പ്രോബ്ലങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര സുപ്രീമാണ്, എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പോകും. പെട്ടെന്നൊരു ആക്സിഡന്റ് വരുന്ന സമയത്ത്, പെട്ടെന്നൊരു രോഗഗ്രസ്തനാവുന്ന സമയത്തൊക്കെ അൾട്ടിമേറ്റ്ലി നമുക്ക് എവിടെയും പോയിട്ട് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ സിഇഒക്കോ നമ്മുടെ മാനേജർക്കോ ഒന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സമയത്ത് നമുക്ക് വേറൊരു മാർഗവും ഇല്ല നമ്മുടെ മുമ്പിൽ. നമ്മൾ വേഗം ദൈവത്തിന് മുമ്പിലേക്ക്, ഞാൻ അങ്ങനെയൊക്കെ വെറുതെ പറഞ്ഞ തമാശക്ക്, എനിക്ക് താങ്കൾ തന്നെ ഉള്ളൂ, എനിക്ക് വേറെ ആരുമില്ല ഈ ലോകത്തെന്ന്
പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് കരയാണ്. കാരണം നമുക്ക് വേറെ എവിടെയും ആശ്രയം പോകാൻ എവിടെയില്ല. അപ്പോൾ ആ ഒരു ആശ്രയം, അത് ദൈവമാവാം, എനർജി എന്ന് പറയാം, എന്താവാം, ആ ഒരു ആശ്രയത്തിനാണ് ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവിടെയാണ് ഭക്തി ഏറ്റവും കൂടുതൽ, നമ്മൾ പ്രാർത്ഥനകൾ ഏറ്റവും കൂടുതൽ ആശുപത്രികളിലാണ് ഏറ്റവും ആത്മാർത്ഥമായിട്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ നിസ്കരിക്കാൻ പോകുന്ന ആൾക്കാർ, അമ്പലത്തിൽ പോകുന്ന ആൾക്കാരൊക്കെ ആ ഒരു ഇത് കഴിയാൻ വേണ്ടിയിട്ട്, ആ ഒരു സമയം കടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ ഇപ്പോഴാ തീരുക എന്നുള്ള രീതിയിലാണ് പ്രാർത്ഥനകൾ നടത്തുന്നത്. പക്ഷെ ഒറിജിനൽ പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മളൊരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എത്തുന്ന സമയത്ത്. അത് ഒരു അമ്പലത്തിലോ പള്ളിയിലോ എവിടെ ആയിരിക്കില്ല, ഒരു പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരിക്കാം, ഒരു പക്ഷേ മാർക്കറ്റിൽ വെച്ചായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം ആ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു ദൈവത്തിന്റെ സാമീപ്യം നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ യുക്തിയും ഭക്തിയും ഒക്കെ കലഹിക്കാറുണ്ട്. ഈ സന അൻസാരി മഹാരാഷ്ട്രയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് നടന്നുകൊണ്ട് ഹജ്ജിന് പോയ സ്ത്രീ, ഒരുപാട് പേര് നോർത്തിൽ ഇങ്ങനെ പോകുന്നുണ്ടെന്ന് അങ്ങ് തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നോർത്തിലേക്കുള്ള വേരിട്ട് കൊടുത്തത് നമ്മളെ സൗത്ത് നിന്നാണ്. ഇവിടുന്നാണ് ആദ്യമായിട്ട് ഒരാള്, അതിന് മുമ്പ് ഒരുപാട് പേര് പോയിട്ടുണ്ടാവും, പക്ഷെ ഒരു ക്യാമറ സംഘത്തോടൊപ്പം ഒരു അകമ്പടിയോടുകൂടി നമ്മുടെ കേരളത്തിൽ നിന്നായിരുന്നു ഒരാൾ ആദ്യമായിട്ട് മക്കയിലേക്ക് നടന്നു പോവാന്ന് പറഞ്ഞത്. അത് ആ ഒരു ട്രെൻഡ് ക്ലച്ച് പിടിച്ച സമയത്ത് ഇപ്പൊ നോർത്ത് ഇന്ത്യയിലെ മുക്കിലും മൂലയിലും ഒക്കെ ആൾക്കാർ ഈ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അവർ യാത്ര തുടങ്ങിയത്. ഇവിടെ നിന്ന് ഒരു 10K ആയിട്ട് പോകുമ്പോൾ അവിടെ എത്തുമ്പോഴേക്കും 1 മില്യൺ അടിച്ചിട്ടുണ്ടാവും. അവരിങ്ങനെ പോകുന്ന വഴിക്കൊക്കെ റീൽ എടുക്കുന്നുണ്ട്. പല പല ടെക്സ്റ്റൈൽ, സന അൻസാരിയൊക്കെ അബായ പർദ്ദന്റെ പരസ്യം ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അവര് ഹജ്ജിന് പോകുന്നത്. ഇതൊക്കെ ഹജ്ജാണോ പ്രൊമോഷൻ വീഡിയോ ആണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു വലിയ ചോദ്യമാണ്. കാരണം ഹജ്ജിന് പോവുക എന്ന് പറയുന്നത് ഇസ്ലാം സമുദായത്തിൽ പവിത്രമായ ഒന്നാണ്. അതായത് നടന്നു പോയാൽ അത്രയും പുണ്യമുള്ളതായിരിക്കും. കാരണം അത്രയും സ്ട്രഗിൾ എടുത്തിട്ട് നാഥന്റെ അടുത്തേക്ക് നടന്നു പോവാണ് അവര്. ആരോടും പറയാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയി എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഓക്കെ ഫൈൻ. പിന്നെ ഇസ്ലാമിൽ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള അനുമതിയില്ല ഹജ്ജിന്. അയാളുടെ കൂടെ ഹസ്ബൻഡോ ഫാദറോ ആരെങ്കിലും ഒരാൾ ഉണ്ടായാലേ അവർക്ക് പോകാൻ പറ്റുള്ളൂ. ഇവരുടെ പ്രൊക്ലമേഷൻ എന്ന് വെച്ചാൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഹജ്ജിന് പോകുന്നു എന്നുള്ള രീതിയാണ്. എന്നാൽ അവരുടെ കൂടെ 10,000 ആൾക്കാരുണ്ട്. അവര് പുരുഷന്മാരാണ് അകമ്പടി പോകുന്നത്, അന്യ പുരുഷന്മാരെ കാണാൻ പോലും പാടില്ല. അപ്പോൾ അവരവിടെ പോകുന്നുണ്ട്, വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കുന്നുണ്ട്, അവർക്ക് 1 മില്യൺ അടിച്ചതിന്റെ സെലിബ്രേഷൻ അവിടെ നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ഗുഡ് ബിസിനസ്. കാരണം ഒരു 10K സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ത്രീ അവിടെ എത്തുമ്പോൾ 1 മില്യൺ. അപ്പൊ ഇനി തിരിച്ചു വരുമ്പോ ജോലിയൊന്നും ചെയ്യണ്ട, ഇതെന്നുള്ള വരുമാനം വെച്ച് ജീവിക്കാൻ ഈസി ആയിട്ട് അങ്ങനെയും ചിന്തിക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ഈ വൃശ്ചിക മാസം വായിക്കാൻ ഒരുപാട് സ്വാമിമാര് ഇങ്ങനെ നടന്നു പോകുന്നത്. അപ്പൊ എനിക്ക് വളരെയധികം ബഹുമാനം തോന്നാറുണ്ട് അവരുടെ ഭക്തി എന്ന് പറയുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് കുറെ ആൾക്കാർ മലയാറ്റൂര് പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് നാഗൂരിലേക്കും അജ്മീറിലേക്കും പോകും. പക്ഷെ അവരുടെ കൂടെ ഒന്നും ഈ പറഞ്ഞ എന്തില്ല, ക്യാമറാമാനും അകമ്പടികളും ഇല്ല. അവരിങ്ങനെ വളരെ ക്ലേശിച്ച് ഇങ്ങനെ ചെരുപ്പൊന്നും ഇടാതെ നടന്നു പോകുന്ന എത്രയോ ആൾക്കാർ ആ സീസണിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ പോവാ, 1-2 ആൾക്കാർ പോകുന്നുണ്ട്, ഒരാൾ പോകുന്നു, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അവരൊന്നും ആരും ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നില്ല, ഫോക്കസ് ചെയ്യുന്നില്ല. അവർ ലൈവ് എടുത്തിട്ട് ഇങ്ങനെ ക്യാമറ സെൽഫി വെച്ചിട്ടൊന്നല്ല പോകുന്നത്. അത് അവരുടെ ഒരു ഭക്തിയുടെ പാതയിൽ പോവാ. പക്ഷെ ദിസ് ഇസ് സംതിങ് ഡിഫറെന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിട്ടുണ്ടാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്ന് ഗോപൻ സ്വാമികൾ എന്ന് പറയുന്ന ഒരു അദ്ദേഹം മരണമടഞ്ഞു, സമാധിയായി എന്ന് പറഞ്ഞ് മകൻ സമാധി കെട്ടി അച്ഛനെ പദ്മാസനത്തിനുള്ളിൽ ഇരുത്തി എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ഇപ്പൊ ഒരുപാട് പേർ രംഗത്ത് വരുന്നുണ്ട്. കാരണം ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയിട്ടില്ല, മരണം സ്ഥിരീകരിച്ചിട്ടില്ല. അച്ഛൻ പ്രാണായാമത്തിലൂടെ പ്രാണനെ വെടിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അത് ശരിക്കും അവിടെ ഒരു യുക്തി ഭക്തി പ്രശ്നം വരികയാണ്. നമ്മളിപ്പോ എന്ത് ഞാൻ ഒരുപാട് ഇന്റർവ്യൂവിൽ എന്താണ് സമാധി എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ ഉത്തരങ്ങൾ തന്നെയാണ്. കൃത്യമായി ഒരാൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും, ബ്രീത്തിനെ കൺട്രോൾ ചെയ്ത് സമാധിയിലേക്ക് എത്താൻ സാധിക്കും. പക്ഷെ നമുക്ക് ഇവിടെ നമുക്ക് അത് ലോജിക്കലി അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. നോർത്തിലൊക്കെ പറ്റും. നോർത്തിൽ പറ്റും. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീൽധാരയിലെ സമാധി ആവുന്നതിനെ കുറിച്ചൊരു റീല് ഇട്ട് അത് കമന്റ് ബോക്സ് തന്നെ ഓഫ് ചെയ്ത് വെച്ചതാ. കാരണം തെറി സഹിക്കാൻ പറ്റാഞ്ഞിട്ട്. അവിടെ ഈ സന്യാസിമാര് സമാധി ആവുന്നുണ്ട്. സമാധി ആവുന്ന സമയത്ത് പലരും മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം അവരുടെ ദേഹം വെടിയുന്നു എന്നാണ് പറയുന്നത്. നാളെ അല്ലെങ്കിൽ അവർക്ക് തോന്നുകയാണ് ഓക്കെ എനിക്ക് ദേഹം വെടിയാനുള്ള സമയം. ഇതിന് മനുഷ്യൻ മാത്രമല്ല കേട്ടോ. അതായത് ഇപ്പം നമ്മുടെ തിമിംഗലങ്ങളുണ്ടല്ലോ, തിമിംഗലത്തിന് മരിക്കാനാവുന്ന സമയത്ത് അവർക്ക് അറിയാൻ പറ്റും തോന്നും. അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ തിമിംഗലം അവസാനമായിട്ട് ഒന്ന് വന്നിട്ട് ഉയർന്നു വന്നിട്ട് ഈ പ്രപഞ്ചത്തിന് നോക്കി ഒരു നന്ദി പറയുന്ന അറിയാം. എന്നിട്ട് അവര് ഏറ്റവും ഡെപ്തിലേക്ക്, സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് പോകും തിമിംഗലങ്ങൾ. എന്നിട്ട് അവിടെ കിടന്നിട്ടാണ് മരിക്കുക. അതിന് വെയിൽ ഫോൾ എന്ന് പറയാം. വെയിൽ ഫോൾ, തിമിംഗലത്തിന്റെ മരണം. എന്നിട്ട് അവിടെ കിടന്ന് മരിക്കുന്ന തിമിംഗലത്തിന്റെ ബോഡി ഒരു വർഷങ്ങളോളം
മൈക്രോ ഓർഗാനിസംസിന് കഴിക്കാൻ പറ്റും. അതിൽ തേളും പിന്നെ ഒക്ടോപ്പസും മറ്റുള്ള ജീവികളൊക്കെ കൂടുകൂട്ടും. അവിടുന്ന് എല്ലും കൂട്ടത്തിനുള്ളിൽ അവിടെ ആവാസ വ്യവസ്ഥ ഒരുക്കും. ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് ഒരു വെയിൽ യാത്രയാവുന്നത്. അതുപോലെ തന്നെ മനുഷ്യന്മാർക്കും പറ്റുന്ന പറയുന്നത്, സമാധിയാവുന്ന സമയം മുൻകൂട്ടി അറിയാൻ പറ്റുന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഈ മഹാമണ്ഡലേശ്വർ പദവിയോ അതിന്റെ മുകളിലുള്ള സന്യാസിമാരൊക്കെ ജലസമാധിയാണ് പ്രിഫർ ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അതിനുള്ള അനുമതിയില്ല. എന്നാലും ഹരിദ്വാറില് നീൽധാര എന്ന് പറഞ്ഞുള്ള ഘാട്ടില് പോയാല് കാണാൻ പറ്റും. ജലസമാധിയിൽ പത്മാസനത്തിൽ ഇരുത്തിയിട്ട് ഗംഗയുടെ മടിത്തട്ടിലേക്ക് കല്ല് കെട്ടി താഴ്ത്തുന്ന സന്യാസിമാരെ കാണാൻ പറ്റും. ഞാൻ കഴിഞ്ഞ വട്ടം ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ച സംശയമാണ്, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ വടി പോലെയാകും, പിന്നീട് നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കില്ല, മടക്കാനൊക്കെ ബുദ്ധിമുട്ട്, പിന്നെ എങ്ങനെയാണ് ഇവര് പത്മാസനത്തിലേക്ക് എത്തിക്കുന്നത്? അവര് ഈ പത്മാസനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ആയിരിക്കാം നിർവ്വാണമാവുന്നത്. അല്ലെങ്കിൽ മരിച്ച ഉടനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കുറെ സമയം കഴിഞ്ഞാലാണ് ബോഡി നമുക്ക്. പക്ഷെ എന്റെ കഴിഞ്ഞ ഇന്റർവ്യൂവിലുള്ള എനിക്ക് തോന്നുന്നു സ്വാമി ആനന്ദവനം പറഞ്ഞു വെച്ചത്, നമ്മള് ഈ നല്ല പ്യുവറായി മരിക്കുന്ന സാധുക്കൾ അവരുടെ ശരീരങ്ങൾ ഒരിക്കലും ഫ്ലെക്സിബിൾ അല്ലാതെ ആകില്ല. അവർക്ക് എത്ര സമയം കഴിഞ്ഞാലും അതിനെ വീണ്ടും ഈ പത്മാസനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. മേ ബി സാധിക്കുമായിരിക്കാം. പക്ഷെ ഈ ഭൂസമാധി, അഗ്നിസമാധി, ജലസമാധി, 3 സമാധികൾ, ഈ സമാധികളിൽ ഏതെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? ജലസമാധി കണ്ടിട്ടുണ്ട് നീൽധാരയിൽ പോയപ്പോ. പിന്നെ മറ്റുള്ള സമാധികളല്ല, അല്ലാത്ത രണ്ടും നമ്മളെപ്പോഴും കാണുന്നതാണല്ലോ. ഭൂസമാധിയും സമാധിയല്ല, പക്ഷെ അതും ഇരുന്നിട്ട് തന്നെയാണോ എന്നുള്ളതാണ്. അത് എനിക്കറിയില്ല, അറിയില്ല. ഓക്കെ, ഇനിയുള്ളത് കൊമ്മക്കയം. ആ പുസ്തകം വളരെയധികം എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ വളരെയധികം ചർച്ച ചെയ്തൊരു പുസ്തകമാണ്. നമ്മളിപ്പോ ഈ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ കണ്ടതാണ്. രക്ഷാപ്രവർത്തനത്തിന് എവിടെ നിന്നൊക്കെ ഓടിയെത്തിയ കുറെ മനുഷ്യർ. പക്ഷെ ഇപ്പോ അവരുടെ ആരുടെയും ഒരു അഡ്രസ്സും ഇല്ല. ഇപ്പോ DYFI അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പാർട്ടിക്കാരുടെ ഈ ബ്രിഗേഡുകൾ, അവരെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ലേബലുകളാണ് ഇപ്പോ ആൾക്കാർ പറയാ. പക്ഷെ ആ ഒരു ലേബലും ഇല്ലാതെ അവിടെ ഓടിയെത്തിയിട്ടുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവിടെ മാത്രല്ല, ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പുറത്തൊരു ആക്സിഡന്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ ഓട്ടോക്കാരും ആ കടയിലുള്ള മനുഷ്യന്മാരൊക്കെ ആയിരിക്കും ഓടി വരിക. പിന്നെയാണ് പോലീസും ഫയർഫോഴ്സും അവരൊക്കെ എത്തുന്നത്. അപ്പൊ ഇവരെ കുറിച്ച് ആരും അന്വേഷിക്കാനോ അവരെവിടെയും ലിസ്റ്റ് ചെയ്യാനോ ആദരിക്കാനോ ഒന്നും ആരും വരാറില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവരെ നോട്ട് ചെയ്യണം, അവരെ ശ്രദ്ധിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഈ ബാക്കി പൂർണ്ണാനന്ദയാണെങ്കിലും അഗർത്തയാണെങ്കിലും ഒക്കെ എനിക്ക് പ്രശസ്തനാവണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഞാനൊരു എഴുത്തുകാരനായി അറിയപ്പെടണം എന്നുള്ള ആഗ്രഹം കൊണ്ട്. പക്ഷെ കൊമ്മക്കയം ഞാൻ എഴുതിയത് എനിക്ക് വേണ്ടിയിട്ടല്ല, അതെന്റെ നാട്ടിലുള്ള ഈ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ ലൈഫ്ലെസ്, എന്താ പറയാ, സെൽഫ്ലെസ് ആയിട്ടുള്ള ആ ഒരു സേവനം ഉണ്ടല്ലോ, അത് അംഗീകരിക്കപ്പെടണം എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പിന്നെ ബുക്ക് റിലീസിന് എഴുത്തുകാരെന്നല്ല വിളിച്ചത്, ഞാൻ കളക്ടറെയും പോലീസുകാരെയും ഒക്കെ ആയിരുന്നു വിളിച്ചിട്ടുള്ളത്. കാരണം അവരൊക്കെയാണ് അറിയേണ്ടത് ഇങ്ങനെ മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട്. ഇവിടെ ഈ സ്റ്റാർസിന് വേണ്ടിയിട്ട് എന്തുമാത്രം ഷോസ് നടത്തുന്നുണ്ട്. അമ്മയുടെ ഷോ, മറ്റേറെ ഷോ, മഴവിൽ ഷോ, മറ്റേ ഷോ, എന്തൊക്കെ. പക്ഷേ ഇതുപോലുള്ള മനുഷ്യന്മാരെ ഒന്ന് ചേർത്ത് ഒന്ന് ആദരിക്കാൻ ഒരു മനുഷ്യന് ഇതുവരെ തോന്നിയിട്ടില്ല. എത്ര ആളുകളുണ്ട്, അവർക്കൊക്കെ ഒരു എൻകറേജ്മെന്റ് കൊടുക്കണ്ടേ. കാരണം ഈ പറഞ്ഞ സ്റ്റാറുകളൊന്നും തന്നെ മണ്ണിലിറക്കി ഇറങ്ങി വരുന്നില്ല. ഫ്ലഡ് ഉണ്ടാകുമ്പോഴും അഗ്നി ഉണ്ടാകുമ്പോഴും ഒന്നും ആരും വരുന്നില്ല. അവർ ചിലപ്പോൾ പൈസ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ഈ ഒരു കർമ്മ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് ഓൺ ദ സ്പോട്ടില് നമ്മളുടെ ലൈഫ് അല്ല, ആ കിടക്കുന്ന ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യനാണോ ഒന്നും നോക്കാതെ ഇറങ്ങി ചെന്നിട്ട് രക്ഷിച്ചെടുക്കുകയാണ്. അപ്പൊ ഇവരെയാണ് ശരിക്കും ഓണർ ചെയ്യേണ്ടത്, നമ്മളൊന്നും അല്ല. ഏതൊരു മൊമെന്റിലാണ് അങ്ങനെ ഒരു കഥ എഴുതാൻ തീരുമാനിക്കുന്നത്? ഞാന് പിന്നെ ശ്രാവണ ബലഗുള എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കർണാടകയില്. അവിടുന്ന് ഞാൻ പിന്നെ നമ്മുടെ വിശാഖപട്ടണത്ത് പോയി ഇങ്ങനെ വരുന്ന സമയത്താണ് അറിയുന്നത് അവിടെ പുയാ റൈമോണ്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലവർ ഉണ്ട്. ആ ഫ്ലവറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു തെങ്ങിന്റെ അത്ര ഹൈറ്റ് ഉണ്ടാവും. അത് ഇന്ത്യയിൽ ഉണ്ടാവാറില്ല. ബൊളീവിയയിലും പെറുവിലും ആ ഒരു രാജ്യങ്ങളിലൊക്കെയാണ് അത് ഉണ്ടാവുക. അത് പൂത്തിട്ടുണ്ടെന്ന് എന്നോട് ഒരാള് ഇങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ അത് ഉള്ളതാണോ അല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ ശ്രാവണ ബലകുളം പോയിട്ട് അവിടുന്ന് ചിത്താർ എന്ന് പറഞ്ഞ ഗ്രാമമുണ്ട്, ഒരു 10 കിലോമീറ്റേഴ്സ് അപ്പുറമുള്ള. അവിടേക്ക് ഇങ്ങനെ പോവായിരുന്നു. ആ പോകുന്ന സമയത്ത് ഭയങ്കര വെയിലായിരുന്നു, കത്തുന്ന വെയിൽ. 2 ഭാഗത്തും പൂത്ത കരിമ്പാണ്, മീൻസ് ഉണങ്ങിയ കരിമ്പിൻ തോട്ടങ്ങളാണ്. അതിന്റെ പൊടി ഇങ്ങനെ പാറി വന്നിട്ട് നമ്മളിങ്ങനെ ചൊറിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും അതൊന്ന് കണ്ടിട്ട് പോയാൽ മതി എന്നാ വിചാരിച്ചത്. അവിടെയാണ് നമ്മുടെ ബാഹുബലി ക്ഷേത്രം, ശ്രാവണം എന്തായിരുന്നു, എന്തോ ഒരു ബാഹുബലി എന്നാണ് പേര്, ഞാൻ ശരിക്കും മറന്നു. അപ്പോൾ അവിടെ വലിയ 150 160 അടി ഉയരത്തിലുള്ള ഒരു ഗോമാതേശ്വര ബാഹുബലി ടെമ്പിൾ, ഗോമാതേശ്വര, അത് കണ്ടതിന് ശേഷമാണ് ഞാൻ ചിത്താറിലേക്ക് പോകുന്നത്. അങ്ങനെ അവിടെ എത്തിയ സമയത്ത് ഭയങ്കര വെയിൽ കാരണം ഞാനിങ്ങനെ ഒരു
പടവില് ഒരു കല്ലമ്പലത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ പുറകിൽ ഒരു കുളം ഉണ്ട്. സിനിമകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ കുളം 4 ഭാഗത്ത് സ്റ്റെപ്പുകളുള്ള പച്ച വെള്ളമുള്ള കുളം. അങ്ങനെ നോക്കിയിരിക്കുക 2 പിള്ളേർ അവിടെ കുളത്തിലേക്ക് ഇറങ്ങി കുളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച അവരിങ്ങനെ കുളിച്ച് ആസ്വദിക്കായിരിക്കുന്നതായിരുന്നേ. പക്ഷേ അവരിങ്ങനെ ഡ്രൗൺ ചെയ്യായിരുന്നു. കുട്ടിക്ക് നീന്തൊന്നും അറിയില്ല എന്ന് തോന്നുന്നു. അവരിങ്ങനെ പഠിച്ച് അപ്പൊ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി ഓടി. അപ്പൊ ഏകദേശം അവരൊരു സെന്ററിന്, എനിക്കാണെങ്കിൽ അത്രയും വലിയ കുളത്തിൽ എനിക്ക് ശരിക്കും നീന്താനൊന്നും അറിയില്ല. ഒരാളെ രക്ഷിക്കണം എന്ന് അത്രയുള്ള ആർജവൊന്നും എനിക്കില്ലാനും. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ വഴി പോകുന്ന ഒരു മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അയാൾ പറയാണ് ആ ശാപം പിടിച്ച കുളമാണത്, മാത്രമല്ല അയാൾ താഴ്ന്ന ജാതിയാണ്, അയാൾക്ക് അതിൽ ഇറങ്ങാൻ പറ്റില്ല, അശുദ്ധമാവുന്നു. ഞാനിങ്ങനെ, എനിക്ക് കന്നഡത്തിലാ പറയാം, എനിക്ക് മനസ്സിലാവുന്നൊന്നുമില്ല. ഞാൻ ഊഹിച്ചെടുത്താ പിന്നീട് വന്നിട്ട് ആ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്ത് നോക്കിയത്. അങ്ങനെ അയാൾ പോയിട്ട് ഒരാളെ കൂട്ടിക്കൊണ്ടു വന്നപ്പോഴേക്ക് കുട്ടികൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ പറയുക, എനിക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിയാൽ മതി എന്ന് തോന്നി. കാരണം അവിടെ വെച്ച് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് തന്നെയാണ്. ആരും നമ്മളെ രക്ഷിക്കാനോ, ഇവിടെ ഒരു ചെറിയൊരു വണ്ടി വരുത്തുമ്പോഴേക്ക് എത്ര ആൾക്കാർ ഓടിക്കൂടുന്നു. അവിടെ ആണെങ്കിൽ അവിടെ എങ്ങനെ കിടക്കും, ആരെങ്കിലും വന്ന് എടുത്തു കൊണ്ടുപോയാലായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ നാട്ടിലെ KP ബഷീർ, ഷറഫു, പിന്നെ അബിക്കുട്ടന്, പിന്നെ കുറേ പേര് ഹിന്ദു മുസ്ലിം എല്ലാവരും ഉണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ ഒരു മനുഷ്യൻ വീണ് പോയാൽ 5-10 ദിവസങ്ങൾ അവർ ഈ പണികളൊക്കെ ഉപേക്ഷിച്ച്, വണ്ടി ഓടിക്കുന്നവരുണ്ട്, ഇറച്ചി വെട്ടുന്നവരുണ്ട്, ടെക്സ്റ്റൈൽസ് നിൽക്കുന്നവരുണ്ട്, ആ പണിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇവർ രാവിലെ 7 മണിക്ക് വന്നിട്ട് വെള്ളത്തിൽ മുങ്ങാണ്. ബോഡി കിട്ടുമോ നോക്കിയിട്ട് 10-15 ദിവസം. അന്നത്തെ ദിവസം ഇവരുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടോന്നും ആരും അന്വേഷിക്കുന്നില്ല. അവർ പൈസ വാങ്ങൂല കേട്ടോ, 5 പൈസ അവർ പ്രതിഫലം വാങ്ങൂല. അവർ പറയും പൈസ വാങ്ങിയാൽ പിന്നെ ഇതിന് സേവനം എന്ന് വിളിക്കണോ. എന്നിട്ട് അവർ അതൊക്കെ റിസ്ക് ചെയ്തിട്ട് കാട്ടിലൂടെ ഒക്കെ പോകുന്ന തേര് പൊള്ളി, ഇത്രയും ശരീരം മുഴുവൻ തേര് പൊള്ളി വീർത്ത് കാരമുള്ള് മാന്തി കയ്യും കാലും ഒക്കെ പൊട്ടിയിട്ടാണ് ഓരോരുത്തരും രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് വരുന്നത്. എന്നിട്ട് അവർ പറയും ഓരോ രാത്രി ഉറങ്ങുമ്പോഴും അവരിങ്ങനെ ഞെട്ടിണീക്കും. അതായത് പാറയിൽ നിന്ന് സ്ലിപ്പ് ആവുന്ന പോലെ ഫീൽ ചെയ്തിട്ട് അവരങ്ങനെ 16 ദിവസവും പാറപ്പുറത്തായിരിക്കുമല്ലോ ഉണ്ടാവുക. ആ പാറയിൽ നിന്ന് സ്ലിപ്പ് ആവുന്നത് കണ്ടിട്ട് ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയൊക്കെ ജീവിക്കാം. എനിക്കൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞാനൊക്കെ ഭയങ്കര സെൽഫിഷാണ്. ഒരു മനുഷ്യൻ നടക്കുന്ന എൻ്റെ ഡ്രസ്സ് ചോരാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനായിരിക്കും ഞാൻ. ഒരു മെജോറിറ്റി 99% ആൾക്കാരും അങ്ങനെയാണ്. പക്ഷെ ഈ ഒരു 1% ആൾക്കാരുള്ളത് കൊണ്ടാണ് നമ്മുടെ കേരളം ഇത്രയും ബ്യൂട്ടിഫുൾ ആയി നിൽക്കുന്നത്. നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും കേരളം നിലനിൽക്കുന്നത് അവിടെ ഈ മതങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഉള്ളതുകൊണ്ടാണ്. അത് പുറത്തു പോകുമ്പോഴേ മനസ്സിലാവും. ഇവിടെ നമ്മളിങ്ങനെ പറയും കമ്മി, സുഡാപ്പി, സംഗി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വി ആർ ഓൾ വൺ. ഇപ്പോഴും നമ്മൾ ഒന്ന് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പുറത്തു പോകുമ്പോഴേ അതിന്റെ തീവ്രത. അർജുന്റെ വിഷയം ചർച്ച ചെയ്തൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കൾ മാത്രം അതിനെ കുറിച്ച് ചർച്ച ചെയ്താൽ പോരെ? പിന്നെ ഒരുവിധം ആളുകളൊക്കെ തന്നെ എല്ലാ മതക്കാരും വീട്ടിൽ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അത്രയും ദിവസങ്ങൾ ആ ഒരു മനുഷ്യന് വേണ്ടിയിട്ട്. അതാണ് കേരളത്തിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ. ഇതെന്നും നിലനിൽക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഈ ഒരുപാട് പ്രേതബാധയുള്ള സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും വെച്ച് പ്രേതത്തെ നേരിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പോ ഈ ലാസ്റ്റ് ടൈം നമ്മുടെ ആക്ട്രസ് വീണ നായരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ പുസ്തകം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഫ്ലാറ്റില് ഇങ്ങനെ ഒരു സൗണ്ട് ആരോ ബെല്ലടിക്കുന്ന പോലെ പുലർച്ചെ 2 മണിക്കോ 3 മണിക്കോ ഒക്കെ ഇങ്ങനെ. അപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആരെയും കാണുന്നില്ല എന്നിട്ട്. അപ്പം ഞാൻ ചോദിച്ചു മനുഷ്യന്മാരാണോ എന്ന് ചോദിച്ചു. അല്ല, മനുഷ്യന്മാരും അല്ല, അദൃശ്യ ശക്തി. അപ്പൊ ഞാൻ പറഞ്ഞത് പേടിക്കണ്ട, മനുഷ്യന്മാരാണെങ്കിൽ പേടിച്ചാൽ മതിയല്ലോ. ഇവരാകുമ്പോ ഒന്നും ചെയ്യുന്നില്ല, ബെല്ലടിച്ച് പോവല്ലേ. തുറക്കാത്തൊരു വാതിലായിരിക്കും, അതുകൊണ്ട് അവരിപ്പോഴും വന്ന് ബെല്ലടിക്കായിരിക്കും. പക്ഷെ നിങ്ങൾ മനുഷ്യന്മാരാണെങ്കിൽ മാത്രം പേടിച്ചാൽ മതി. അതുപോലെ ഞാൻ കുൽധാരയില്, രാജസ്ഥാനിലെ കുൽധാര, ദ ഗോസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന കുൽധാരയിലൊക്കെ പോയിട്ടുണ്ട്. ഞാനൊരു പ്രേതത്തിനെ ഇതുവരെ കണ്ടിട്ടില്ല. അതൊക്കെ ഓരോ നെഗറ്റീവ് വൈബ്രേഷൻ അടിക്കാറുണ്ടോ അത്രയും സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ? എനിക്ക് കാരണം എൻ്റെ കൂടെ ആൾക്കാരുണ്ട്, ഒറ്റയ്ക്ക് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ വൈബ്രേഷൻ അടിക്കുക. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള അതാണ് കണക്റ്റഡ് ടു ഓൾ ദാറ്റ്, എന്താ പറയുക, ടെയിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കഥകളാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. അല്ലാതെ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം ഒന്നും കേൾക്കാത്ത ഒരാൾ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, അയാളൊന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഒരു കഥ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴേക്കാണ് നമുക്ക് പേടി വരിക. ഓക്കെ, ഇങ്ങനെയൊക്കെ സംഭവിച്ച സ്ഥലമാണ്, ഞാൻ പേടിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മളോട് പറയുമ്പോൾ നമുക്ക് ആ പേടി ഓട്ടോമാറ്റിക്കലി വരുന്നത്. ഈ ദേഹത്ത് ഒരുപാട് പാമ്പുകളെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു അഘോരിയുടെ വീഡിയോ പങ്കുവെച്ചത് കണ്ടു. അതിലൊക്കെ എന്തെങ്കിലും സൂപ്പർ നാച്ചുറാലിറ്റി? സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അവരുടെ തലയിൽ ഇവിടെ ഒരു ഇലക്ട്രോണിക് ലൈറ്റാ തൃക്കണ്ണാക്കി വെച്ചിട്ടുള്ളത്. അതിന്റെ സ്വിച്ച് ഇടുമ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ തീ ഇങ്ങനെ വരും.
അങ്ങനെയല്ല, അതങ്ങനെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു റിമോട്ട് കൺട്രോളോ അല്ലെങ്കിൽ സ്വിച്ച് ഇടുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ തീ ഇങ്ങനെ വരും. അത് പക്ഷെ ഞാൻ ചിന്തിക്കുന്നത്, നമുക്കൊക്കെ പാമ്പിനെ കണ്ടാൽ പേടിയാണ് അല്ലെ? ഇവര് പാമ്പിന് ഉമ്മ വയ്ക്കുന്നു, പാമ്പിന് വായിലേക്ക് ഊതുന്നു. ഈ നാഗപഞ്ചമി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നാഗപൂജ ചെയ്യുന്ന സമയത്ത് നോർത്തിലൂടെ അത് ജനറൽ കമ്പാർട്ട്മെന്റിലൊന്നും സഞ്ചരിക്കാൻ പറ്റില്ല. എന്താ അറിയോ, ബീഹാറിലൂടെ ഒരിക്കലും പോയ സമയത്ത് എല്ലാവരും പാമ്പിനെയും കൊണ്ട് ആ ട്രെയിനിൽ കയറിയത്. അവര് ഈ പാമ്പിനെ കാട്ടി നമ്മളെ പേടിപ്പിച്ച് പൈസ വാങ്ങും. വിഷമുള്ള പാമ്പാണ്, നമുക്ക് ചേരനെ കണ്ടാൽ പോലും പേടിയല്ലേ. ഇവർ ഈ ട്രെയിനിലൂടെ ഒക്കെ പാമ്പിനെയും കൊണ്ട് തോളിലിട്ട് ഹര ഹര മഹാദേവ് എന്ന് പറഞ്ഞിട്ട് വരും. എന്നിട്ട് ഒരു വലിയ പ്രൊസഷനാണ്. ബീഹാറിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു 10,000 ആൾക്കാർ ഈ പാമ്പിനെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച്, അതിൽ ചേരയുണ്ടാവും, മൂർഖനുണ്ടാവും, വെള്ളിക്കെട്ടനുണ്ടാവും, എല്ലാം ആ പാമ്പിനെ പിടിച്ചിട്ട് അവരിങ്ങനെ പോവാ ചെയ്യുക നാഗപൂജ, നാഗപഞ്ചമി ദിവസത്തില്. എന്തായാലും എന്തൊക്കെ പ്രാന്തുള്ള മനുഷ്യന്മാരാണ് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആരാണ്? ഈ പോയ യാത്രകളിൽ ഏതെങ്കിലും സ്ഥലങ്ങളോ സന്ദർഭങ്ങളോ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയാൻ? അങ്ങനെ യാത്രകളിലൊന്നും എന്നെ അങ്ങനെ ഇൻസ്പയർ ചെയ്ത് ഞാൻ അങ്ങനെ കണ്ടുപോവാന്നല്ലാതെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന കുറെ മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട്. അവരൊന്നും ഈ പറഞ്ഞ വലിയ അഘോരികളോ സാധുക്കളോ ഒന്നും അല്ല, സാധാ മനുഷ്യന്മാര്. അവരുടെ സ്നേഹം കാരണം തിരിച്ചു വീണ്ടും ആ സ്ഥലത്തേക്ക് എത്തിപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അവരെ ഓരോ ബന്ധങ്ങൾ ഉണ്ടാവാറുണ്ട് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും. അങ്ങനത്തെ ഇത് ഇങ്ങനെ ചെറിഷ് ചെയ്യാറുണ്ട്. ഓക്കെ, എന്തായാലും ഇനിയും യാത്രകൾ തുടരട്ടെ. ഒരുപാട് പുസ്തകങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.